ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന ഉപയോഗങ്ങൾ, അർത്ഥം ഇവയൊക്കെയാണ്. ഇന്ന് നാം കാണുന്നത് ആഫ്റ്റർ എന്ന വാക്കാണ്. ആഫ്റ്റർ, AFTER, ആഫ്റ്റർ. അതിൻ്റെ മലയാളത്തിലെ അർത്ഥം ശേഷം, കഴിഞ്ഞ് എന്നൊക്കെ പറയാം. മറ്റർത്ഥങ്ങളിലും ആഫ്റ്റർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും നമ്മൾ ഈ രണ്ട് അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സമയവുമായി ബന്ധപ്പെടുത്തി, മറ്റൊന്ന് സ്ഥലവുമായി ബന്ധപ്പെടുത്തി ആഫ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഈ വാചകങ്ങൾ കാണുമ്പോൾ കുറെ കൂടി അർത്ഥം വ്യക്തമാകും. ഒന്നാമത്തെ വാചകം, വി ഷുഡ് ഗോ, നമ്മൾ പോകണം. എപ്പോൾ പോകണം? ആഫ്റ്റർ ലഞ്ച്. ആഫ്റ്റർ ലഞ്ച്, നമ്മൾ ലഞ്ച് കഴിഞ്ഞ് പോകണം. നമ്മൾ ലഞ്ച് കഴിഞ്ഞ് പോകണം. വി ഷുഡ് ഗോ ആഫ്റ്റർ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് കഴിഞ്ഞ് പോകണം, അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം നമ്മൾ പോകണം. ആ രീതിയിൽ നമുക്ക് പറയാം. സമയം പറയുകയാണ്. എപ്പോഴാ പോകേണ്ടത്? വി ഷുഡ് ഗോ ആഫ്റ്റർ ലഞ്ച്. ഇത് നോക്കാം. വി ഷുഡ് ഗോ ആഫ്റ്റർ ദ മീറ്റിംഗ്. വി ഷുഡ് ഗോ, നമ്മൾ പോകണം. എപ്പോൾ? ആഫ്റ്റർ ദ മീറ്റിംഗ്. മീറ്റിംഗിന് ശേഷം നമ്മൾ പോകണം, അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പോകണം. വി ഷുഡ് ഗോ ആഫ്റ്റർ 10 o'clock. വി ഷുഡ് ഗോ ആഫ്റ്റർ 10 o'clock. 10 മണിക്ക് ശേഷം നമ്മൾ പോകണം, അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞ് നമ്മൾ പോകണം. ആ രീതിയിൽ പറയുകയാണ്. ഇത് നോക്കാം. വി ഷുഡ് ഗോ ആഫ്റ്റർ ദിസ് സ്പീച്ച്. ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകണം. ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകണം. വി ഷുഡ് ഗോ ആഫ്റ്റർ ദിസ് സ്പീച്ച്. വി ഷുഡ് ഗോ ആഫ്റ്റർ ദിസ് സ്പീച്ച്. ഈ പ്രസംഗത്തിന് ശേഷം നമ്മൾ പോകണം. അങ്ങനെയും പറയാം. അപ്പോൾ മലയാളത്തിൽ ഈ പ്രസംഗത്തിനു ശേഷം, കഴിഞ്ഞാണെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകണം. രണ്ടിടത്തും ആഫ്റ്റർ തന്നെയാണ് വയ്ക്കുന്നത്. ഈ രീതിയിൽ സമയവുമായിട്ട് ബന്ധപ്പെടുത്തി ആഫ്റ്റർ ഉപയോഗിക്കും. ഈ വാചകങ്ങൾ ആവർത്തിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി വയ്ക്കാം. ഷുഡിന് വരെ മറ്റു വാക്കുകൾ വയ്ക്കാം. വി വെന്റ് ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയി. വി വിൽ ഗോ ആഫ്റ്റർ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകും. വി ക്യാൻ ഗോ ആഫ്റ്റർ ലഞ്ച്. ലഞ്ച് കഴിഞ്ഞ് നമുക്ക് പോകാം, അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. ആ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് ഒക്കെ വയ്ക്കാം. അങ്ങനെ സബ്ജക്റ്റ് മാറ്റിവെച്ച് ഇവിടെയുള്ള ടെൻസ് എല്ലാം മാറ്റിവെച്ച് പ്രാക്ടീസ് ചെയ്യാം. റിവിഷൻ നടത്താൻ പറ്റും. പിന്നെയുള്ളത് ആഫ്റ്റർ എന്ന വാക്കിന്റെ ഉപയോഗവും പഠിക്കാം. സമയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇവിടെ കാണുകയാണ്. രണ്ടാമത്തെ ആഫ്റ്ററിന്റെ ഉപയോഗം സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി, പ്ലേസ്, സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കും. നമുക്ക് ഈ വാചകം നോക്കാം. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ പാർക്ക്. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ പാർക്ക്. പാർക്ക് കഴിഞ്ഞാണ് എൻ്റെ വീട്. വീട് എവിടെയാണെന്ന് പറയാൻ, പാർക്ക് കഴിഞ്ഞാണ് എൻ്റെ വീട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ പാർക്ക്. ഓക്കെ, പാർക്ക് കഴിഞ്ഞാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ വീട് പാർക്ക് കഴിഞ്ഞാണ്. ഇത് വെച്ച് നോക്കാം. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ സ്കൂൾ. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞാണ് എൻ്റെ വീട്. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ സ്കൂൾ. എൻ്റെ വീട് സ്കൂൾ കഴിഞ്ഞാണ്. ഇവിടെയും നോക്കാം. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ ബേക്കറി. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ ബേക്കറി. ബേക്കറി കഴിഞ്ഞാണ് എൻ്റെ വീട്. ഇനി നമുക്ക് വലതുവശമാണ് ഇടതുവശമാണ്, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു. ഒന്ന് നോക്കിയേക്കാം. മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ പാർക്ക് ഓൺ ദ റൈറ്റ്. ഓൺ ദ റൈറ്റ്. എൻ്റെ വീട് പാർക്ക് കഴിഞ്ഞ് വലതുവശമാണ്. ഓൺ ദ റൈറ്റ് എന്ന് പറയും. ഓക്കെ. ഇടതുവശമാണെങ്കിൽ മൈ ഹൗസ് ഈസ് ആഫ്റ്റർ ദ പാർക്ക് ഓൺ ദ ലെഫ്റ്റ്. ഓൺ ദ ലെഫ്റ്റ്, ഇടതുവശമാണ്. ആ രീതിയിൽ നമ്മൾക്ക് കൂട്ടിച്ചേർക്കാം. ഇവിടെ നേരത്തെയും പറയുന്നത് പോലെ ഇവിടുത്തെ സബ്ജക്റ്റ് എല്ലാം മാറ്റി വയ്ക്കാം. മൈ ഹൗസിന് പകരം ഹിസ് ഹൗസ് ആകാം, ദെയർ ഹൗസ് ആകാം, അല്ലെങ്കിൽ ഹിസ് ഓഫീസ് ആകാം, മൈ ഓഫീസ്. ആ രീതിയിലൊക്കെ നമുക്ക് വാക്കുകൾ മാറ്റി വയ്ക്കാം. ഷീസിന് പകരം വാസ് വയ്ക്കാം. മൈ ഹൗസ് വാസ് ആഫ്റ്റർ ദ പാർക്ക്. പാർക്ക് കഴിഞ്ഞായിരുന്നു എൻ്റെ വീട്, ഇപ്പോൾ അവിടെ അല്ല എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ആഫ്റ്ററിന്റെ രണ്ട് പ്രധാന ഉപയോഗങ്ങൾ, ഒന്ന് സമയമായിട്ട് ബന്ധപ്പെടുത്തി, മറ്റൊന്ന് സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി ആഫ്റ്റർ ഉപയോഗിക്കും. ആഫ്റ്ററിന് ധാരാളം മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്.
എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ വാചകങ്ങൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. മലയാളം ആദ്യം, അതിന്റെ ഇംഗ്ലീഷ് രണ്ടാമത് പറയണം. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയണം. ഇനി പുതിയ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശരിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവയെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആണ്, നമുക്ക് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ. ഇനി വേർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. പുതിയ വേർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, ഉച്ചാരണം, അർത്ഥം ഇതെല്ലാം പഠിക്കണം. ധാരാളം വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാമെങ്കിൽ വളരെ ഒഴുക്കോടെ ധൈര്യത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിലെ 10ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണ് ഇംഗ്ലീഷിൽ: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ 3 പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറലാണ്, സിംഗുലർ ആണ് രണ്ടാമത്. സാറിന് എസ് ഉണ്ടാവും, അല്ലെങ്കിൽ IES എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. റൺ, ran, run. Come, came, come. Become, became, become. Overcome, overcame, overcome. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും DNO EDNO കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളുടെയൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ DNO EDNO കൂട്ടിച്ചേർത്താണ്. ഓക്കെ, we shall start. Amuse, amused, amused. Appreciate, appreciated, appreciated. Battle, battled, battled. Choke, choked, choked. Concentrate, concentrated, concentrated. Disappear, disappeared, disappeared. Educate, educated, educated. Empty, emptied, emptied. Exist, existed, existed. Learn, learned, learned. Form, formed, formed. Guide, guided, guided. Grab, grabbed, grabbed. Grin, grinned, grinned. Divide, divided, divided. Enter, entered, entered. Lick, licked, licked. Miss, missed, missed. Mix, mixed, mixed. Peel, peeled, peeled. Listen, listened, listened. Name, named, named. Separate, separated, separated. Serve, served, served. Water, watered, watered. ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവ പ്രത്യേകിച്ച് പഠിക്കണം, ഉച്ചാരണം പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും. അർത്ഥവും ശരിക്കും പഠിക്കണം. പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ IES എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. Okay, all the best.